ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സത്യാമ്മ കുഞ്ഞിനെ ശാലിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോഴേക്കും പൊന്നി സത്യാമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാനായി അകത്തേക്ക് പോയി. ശിവൻ യാത്ര പറഞ്ഞ് കുട്ടികളെ കൂട്ടാനായി സ്കൂളിലേക്കും പോകുന്നു. ആ സമയത്ത് സത്യാമ്മ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പതിയെ രാഘവനാഥ് അരികിലേക്ക് എത്തി. പിള്ള പറഞ്ഞു, സാറേ, ഇത് വേണോ? ഈ കുഞ്ഞ് ശരിക്കും നമ്മുടെ കുടുംബത്തിന് വലിയ ദോഷമായി തന്നെ മാറും. അതിൽ യാതൊരു സംശയവും ഇല്ല സാറേ. ഇത്തരത്തിലൊക്കെയുള്ള കൊഞ്ചിക്കലും സ്നേഹിക്കലും ഒക്കെ ഒഴിവാക്കുന്നതാണ് സാറേ നല്ലത് എന്ന് പിള്ള പതിയെ രാഘവൻ നായരോട് പറയുമ്പോൾ അത് കേട്ട് ഭയത്തോടെ രാഘവൻ നായര് സത്യാമ്മയെ വിളിച്ചു. ഭാമേ, നീ ഇപ്പോ പോയിട്ട് ജയിലിന് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ, പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്, എന്നിട്ട് മതി കുഞ്ഞിനെ എടുക്കലൊക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, എന്നാലും കുഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് അവരുടെ കൂടെ പോകേണ്ടി വന്നില്ലേ? ഒന്ന് എടുക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും പറ്റിയില്ലല്ലോ. അപ്പോൾ തന്നെ ആ പോലീസുകാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഘവനാർ മനസ്സിൽ പറഞ്ഞു, ഭാമേ, ഈ കുഞ്ഞു തന്നെയാ നിന്റെ ആ യാത്രയ്ക്ക് കാരണക്കാരി എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും രാഘവനാർ അരികിലേക്ക് എത്തി പിള്ള പറഞ്ഞു, സാറേ, ഈ കുഞ്ഞിനെ ഇനിയും കൊഞ്ചിച്ചുകൊണ്ടിരുന്നാൽ ഇനി എന്ത് വലിയ ദോഷം വരാൻ പോകുന്നെന്ന് അറിയില്ല. എത്രയും വേഗം കുഞ്ഞിനെ കൊടുക്കാൻ പറ സാറേ എന്ന് പറയുമ്പോഴേക്കും പൊന്നി കുഞ്ഞിനുള്ള വെള്ളവുമായിട്ട് അവിടേക്ക് എത്തി. ഉടനെ പൊന്നിയോട് സത്യാമ്മ പറഞ്ഞു, അതെ പൊന്നി, നീ വേഗം കുറച്ച് കുറുക്കുണ്ടാക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, ശാലിനി, നിന്നെ പോലെ തന്നെയാ കേട്ടോ കുഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി സത്യാമ്മ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ള പറഞ്ഞു, അധികം സത്യാമ്മ എടുത്തുകൊണ്ടിരിക്കാതിരിക്കുക നല്ലത്. ഈ കുടുംബത്തിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നതാ ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിള്ള നിൽക്കുമ്പോഴേക്കും ശാലിനി പതിയെ കുഞ്ഞിനെ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. സത്യാമ്മ പൊന്നിയുടെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങിച്ചു കുടിച്ചു. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു, ഭാമേ, നിന്നോട് പറഞ്ഞില്ലേ വേഗം പോയി ഫ്രഷ് ആക്, അവിടെ സ്റ്റേഷനിൽ നിന്നൊക്കെ വന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യാമ്മ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ സത്യാമ്മ, വേഗം പോയിട്ട് വരാം കേട്ടോ, വേഗം പോയി ഉടുപ്പൊക്കെ ഒന്ന് മാറി കുളിച്ച് റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യാമ്മ വേഗം അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും കാല് പെട്ടെന്ന് ആ കട്ടിളപ്പടിയിൽ തട്ടി സത്യാമ്മ നിലത്തേക്ക് വീണു. ഇത് കണ്ടതും ശാലിനിയും രാഘവൻ നായരും എല്ലാവരും ആകെ ആശങ്കയോടെ ഓടിയെത്തി. അയ്യോ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യാമ്മ പെട്ടെന്ന് നിലത്ത് വീണ്ട് കൈക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞു. ഭാമയെ വല്ലതും പറ്റിയോ എന്ന് വന്ന് രാഘവൻ നായർ അന്വേഷിച്ചപ്പോഴേക്കും ഈ കൈക്ക് വേദനയുണ്ട്. ഉടനെ ശാലിനി പറഞ്ഞു, സത്യാമ്മേ, എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ശാലിനി അറിയിച്ചു. ഉടനെ പിള്ള രാഘവനാരെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ എങ്ങനെയുണ്ട് സത്യാമ്മ കുഞ്ഞിനെ എടുത്തതിന്റെ ഗുണം കണ്ടോ, വീഴിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മേ, കൈ വേദനിക്കുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട് മോളെ, ശരിക്ക് വേദന തോന്നുന്നുണ്ട് എന്ന് സത്യാമ്മ ശാലിനിയോട് സങ്കടത്തോടെ പറയുന്നു. അങ്ങനെ സത്യാമ്മയുടെ ആ വേദന കണ്ട് സഹിക്കാനാകാതെ രാഘവൻ നായരും പിള്ളച്ചേട്ടനും ആകെ അങ്കലാപ്പോടുകൂടി ആ കുഞ്ഞിനെ നോക്കുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ ഗോപാലകൃഷ്ണൻ ശാരികയെ കാണുവാനായിട്ട് എത്തി. അപ്പോഴേക്കും ചെക്കപ്പിനായി വന്ന ഡോക്ടർ ശാരികയോട് കുറച്ച് നാൾ കൂടി ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നും കുറച്ച് ട്രീറ്റ്മെന്റ് കൂടി നടത്തിയതിന് ശേഷം മാത്രമേ ശാലിനി പഴയതുപോലെ ശാരിക എഴുന്നേറ്റ് നടന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്നും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ശാരികയോട് ഡോക്ടർ അറിയിച്ചു. എല്ലാം കേട്ട് ഗോപാലകൃഷ്ണൻ ശാരികയുടെ തൊട്ടരികിലങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടറോട് ശാരിക പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമായിരുന്നു. ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെ ശാരികയെ, കുറച്ച് നാൾ കൂടി ശാരിക ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ കുഞ്ഞിനെയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്ക്. കുഞ്ഞിനെ നല്ല ഒരു ആരോഗ്യവതിയായ ഒരു അമ്മയായിട്ട് കുഞ്ഞിനടുത്തേക്ക് ചെല്ലുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വേഗം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡോക്ടറെ കാത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു കൃഷ്ണൻകുട്ടി. ഉടനെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് വന്നതും കൃഷ്ണൻകുട്ടി പറഞ്ഞു, ഡോക്ടറെ, ഡോക്ടറോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉടനെ ഡോക്ടർ പറഞ്ഞു, അത് ശരി, എന്താ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് പേഴ്സണലാണ് ഡോക്ടർ എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം തന്നെ അവിടെ നിന്ന് കൃഷ്ണൻകുട്ടിയുടെ കൂടെ വേഗം തൻ്റെ ക്യാബിനിലേക്ക് പോയി. അവിടേക്ക് എത്തിയതും കൃഷ്ണൻകുട്ടി പറഞ്ഞു, അതെ ഡോക്ടറെ, ഞാൻ പറയാൻ വരുന്ന കാര്യം അത് വളരെ പ്രധാനമാണ്. ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയത് ഇപ്പോൾ ഇവിടെ ഡോക്ടർ പരിശോധിക്കുന്ന ശാരിക എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവള് എൻ്റെ അനന്തരവൻ്റെ ഭാര്യയാണ്. പക്ഷേ അവന് അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അവനിപ്പോ ഈ നാട് പോലും വിട്ട് വിദേശത്ത് കഴിയുകയാണ്. അവനിപ്പോ ഈ നാട്ടിലേക്ക് വരാൻ പോലും ഇഷ്ടമില്ലാത്തതിന്റെ കാരണവും ഇവൾ തന്നെയാണ്.
ആള് ശരിയല്ല. ഇപ്പോ അവള് പ്രസവിച്ച ആ കുഞ്ഞ് അത് ഡോക്ടറെ എന്റെ അനന്തവന്റെ കുഞ്ഞല്ലെന്നേ. അവള് ഒരു മോശം സ്ത്രീയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്നതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ കൃഷ്ണൻകുട്ടി പറഞ്ഞു, അക്കാര്യാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെ, സത്യത്തിൽ ഈ ശാരികയുണ്ടല്ലോ, അവളെ ഡോക്ടർ സാധാരണ കാണിക്കാറുള്ളത് പോലെ, സാധാരണ സംഭവിക്കാറുള്ളത് പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു എന്ന രീതിയിൽ ഈ ഒരു കാര്യം ഡോക്ടർ എനിക്ക് ചെയ്തു തരണം. അതിന് എന്ത് ചെയ്യാനാ, ഞാനും നിങ്ങളും തമ്മിൽ അതിന് മാത്രം യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഇത്ര കാര്യമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാൻ എന്ന് പറഞ്ഞപ്പോ, ആ ബന്ധത്തിന് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ദാ ഇത് കണ്ടോ, ഇത് ആ ബന്ധത്തിന് വേണ്ടിയാ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഒരു കവറ് അത് ഡോക്ടറുടെ ടേബിളിന് മുകളിലേക്ക് വെച്ചു. ദാ ഇത് ആ കാര്യം പറയും, ആ ബന്ധം ഉറപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, ചെറിയൊരു കാര്യം മാത്രമാണ് ഡോക്ടറെ, ആ ശാരിക എന്നുള്ള ആ പേഷ്യന്റ് ഇല്ലേ, അവളെ ഒന്ന് ഇല്ലാതാക്കി തരണം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഡോക്ടർ ദേഷ്യത്തോടെ ചാടി ഇരുന്നിട്ട്, മിസ്റ്റർ, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്താ ഈ കരുതിയിരിക്കുന്നത്? സാധാരണ ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാറുള്ളത്, പണം കൊടുക്കാറുള്ളത് പേഷ്യന്റിനെ രക്ഷപ്പെടുത്താനാ. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ജീവൻ എടുക്കാൻ വേണ്ടിയാ. ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും, ഡോക്ടർ രോഷാകുലയാകണ്ട. ഡോക്ടർ, ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുമ്പോൾ ഡോക്ടർക്ക് വിഷമം തോന്നിയാലും ഡോക്ടർക്ക് ഇത് ഉപകാരമുള്ള കാര്യമാ എന്ന് പറഞ്ഞപ്പോഴേക്കും, മിണ്ടിപ്പോകരുത്. ഇനി നിങ്ങളെ ഈ ഹോസ്പിറ്റൽ പരിസരത്ത് കണ്ടാലുണ്ടല്ലോ, ആ നിമിഷം ഞാൻ പോലീസിനെ വിളിക്കും. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നിമിഷം നിങ്ങൾക്ക് ജയിലിലേക്ക് പോകാം. എന്താ വേണ്ടത്? മര്യാദയ്ക്ക് പണം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരില്ല. വേണ്ട, അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേറെ ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പണവുമായി കൃഷ്ണൻകുട്ടി പകയോടെ അവിടെ നിറങ്ങുന്നു. ഓരോന്നുങ്ങൾ വലിഞ്ഞു കയറി വരും മനുഷ്യന്റെ സമയം കളയാനായിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ ചെയറിലേക്ക് ഇരിക്കുകയാണ് ഡോക്ടർ. അപ്പോഴേക്കും സത്യാമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു. സത്യാമ്മയുടെ കൈക്ക് വേദന മാറാനായി പൊന്നി കുഴമ്പിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും, ഓ ഇതൊക്കെ എന്താണാവോ ഓരോ കാലക്കേട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ അടുത്ത് നിന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഇത് സത്യാമ്മയുടെ കാലക്കേടൊന്നും അല്ല, ഈ കുടുംബത്തിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നതാ എന്ന് പറഞ്ഞു. താൻ എന്തുവാടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പൊന്നിക്ക് അപ്പോഴേക്കും കാര്യം മനസ്സിലായി. പിള്ളച്ചേട്ടൻ പറഞ്ഞു വരുന്നത് കുഞ്ഞിനെ കുറിച്ചാണെന്നുള്ള കാര്യം പൊന്നിക്ക് മനസ്സിലായി. ഉടനെ പിള്ള പറഞ്ഞു, അതെ, വേറൊന്നുമല്ല സത്യാമ്മേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനിയുടെ മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കണ്ടോ, ആ കുഞ്ഞാണെ നിർത്താതെ കരച്ചിലാ. ആ കൊച്ചെ സത്യത്തിൽ ഈ കുടുംബത്തിനൊരു ശാപമായിട്ടാ വന്നിരിക്കുന്നത്. ചില പിള്ളേരുടെ ജാതകം എന്ന് പറയുന്നത് കാളസർപ്പകാലത്ത് ഉണ്ടായത് എന്ന രീതിയിലാണ്. അങ്ങനെ വന്നാലേ ആ കുടുംബത്തിന് വല്ലാത്ത ദോഷം തന്നെയാ. ആ കൊച്ചിന്റെ ജാതകം അങ്ങനെ എന്തോ ഒന്നാണെന്നാണ് ഉറപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കൊച്ചു ജനിച്ചപ്പോ തന്നെ അതിന്റെ അമ്മ ഇപ്പൊ ദാ വീണുപോയി, കിടപ്പിലായി. അതിന്റെ അച്ഛനിപ്പോ എവിടെയാണ്? ഈ വീട്ടിലേക്ക് വന്നു കയറുന്നതും സത്യാമ്മയ്ക്ക് ആ സ്റ്റേഷനിലേക്ക് അന്നേരം തന്നെ പോകേണ്ടി വന്നു. പിന്നെ വീട്ടിലേക്ക് വന്ന് സത്യാമ്മ കുഞ്ഞിനെ എടുത്തപ്പോ സത്യാമ്മ വീണ്ടും വീണു. ഇതിന്റെ കാരണം എന്താ? അതാ ഞാൻ പറഞ്ഞത്, ദോഷമുള്ള കുഞ്ഞാണതെന്ന്. ആ കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നേക്കാൾ ഭേദം എത്രയും വേഗം ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഗോപാലകൃഷ്ണൻ സാറിന്റെ കൂടെ പറഞ്ഞയക്കുന്നതാണ് നല്ലത്. അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് പിള്ള പറയുമ്പോഴേക്കും ശാലിനി ഇതെല്ലാം കേട്ടുകൊണ്ട് വാതുക്കലേക്ക് എത്തി. സത്യാമ്മ അത് ശാലിനി കുഞ്ഞിനോട് പറയണം എന്ന് പറയുമ്പോൾ ശാലിനി ആകെ സങ്കടത്തോടെ കുഞ്ഞുമായിട്ട് അവിടേക്ക് എത്തി. ഉടനെ എല്ലാം കേട്ട് നിന്ന ശാലിനി ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ അരികിലേക്ക് എത്തി എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് എല്ലാവർക്കും ഒരു ബാധ്യതയായെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ കുഞ്ഞിനെ കൈപിടിയാൻ കഴിയില്ലല്ലോ. കാരണം ചേച്ചി ഒന്ന് എഴുന്നേറ്റ് വരാതെ ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, അല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛന് ശാരിക ചേച്ചിയുടെ കാര്യം കുഞ്ഞിന്റെ കാര്യം കൂടെ നോക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ശ്യാമയാണ്. ശ്യാമയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ശ്യാമയ്ക്ക് കുഞ്ഞിനെ നോക്കാനേ സാധിക്കില്ല. അവൾക്ക് ഈ കുഞ്ഞിനെ കണ്ടാൽ ആ നിമിഷം കൊല്ലാനായി നടക്കുന്ന അവളുടെ മുന്നിലേക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയാച്ചാ ഞാൻ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും ചേച്ചി വരുന്നത് വരെ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സഹിക്കണം എന്ന്, അത് എൻ്റെ അപേക്ഷയാണ് എന്ന് ശാലിനി ആവശ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി കുഞ്ഞുമായിട്ട് നേരെ റൂമിലേക്ക് പോന്നു. ഇപ്പോ ശ്യാമയ്ക്കും ശാലിനിയെ പോലെ തന്നെ ഈ കുഞ്ഞിനെ നോക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അധികാരം ഉണ്ടല്ലോ എന്നതായിരുന്നു സത്യാമ്മയുടെ ചോദ്യം. അപ്പോഴാണ് ശാലിനി ശ്യാമയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കുറിച്ച് അറിയിച്ചത്. എന്ത് ചെയ്യുന്നറിയാതെ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇനി എന്ത് ചെയ്യൂടോ പിള്ളേ എന്ന് സങ്കടത്തോടെ ഗോപാലകൃഷ്ണൻ പിള്ളയോട് ചോദിച്ചു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, സാരയില്ല,
കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ, അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ? പാവം ഒരു കുഞ്ഞ്. ഇനി വരാനുള്ളത് എന്തായാലും 1-2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പാവം കുഞ്ഞിനെ നമുക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മള് ഇതൊക്കെ ഓരോന്നോർത്ത് കഴിഞ്ഞാൽ വരുന്നതും കാണുന്നതും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളാണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വന്നു പോകും. അതാ സത്യം എന്ന് സത്യാമ്മ എല്ലാവരെയും സമാധാനിപ്പിക്കും വണ്ണം പറഞ്ഞു. അതിനുശേഷമാണ് കൃഷ്ണൻകുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വിജയലക്ഷ്മിയുടെ അരികിലേക്ക് എത്തി കൃഷ്ണൻകുട്ടി പറഞ്ഞു, വിജയം, ആ ഒരു നീക്കം പരാജയപ്പെട്ടു. ആ ഡോക്ടർ അതിന് സമ്മതിച്ചില്ല. എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് വിശ്വാസമുള്ള ആരെയും കൊണ്ട് ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കാം. കുഞ്ഞിനെ തീർത്ത് കളഞ്ഞാൽ അതിനെ നഷ്ടമായതിന്റെ വേദനയിൽ കരഞ്ഞു കലങ്ങി അവൾ അവളുടെ ജീവിതം തീർത്തോളും. അത് കേട്ടതും കുഞ്ഞിനെ കൊല്ലാനോ എന്ന് വിജയലക്ഷ്മി ആശങ്കയോടെ ചോദിച്ചു. ഉടനെ കൃഷ്ണൻകുട്ടി പറഞ്ഞു, അതല്ലാതെ വേറെ പോംവഴിയില്ല വിജയം. കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആര് കൊല്ലും, എങ്ങനെ കൊല്ലും എന്ന് വിജയലക്ഷ്മി അന്വേഷിച്ചപ്പോഴേക്കും കൃഷ്ണൻകുട്ടി പറഞ്ഞു, അതിന് പറ്റിയ വിശ്വസനായ ഒരുത്തനുണ്ട്. വേറെ ആരുമല്ല, ആ രാജേന്ദ്രൻ. അവൻ അക്കാര്യം ചെയ്തോളും. കാരണമേ അവന്റെ ഭാര്യ ആ ശാന്തയുണ്ടല്ലോ, അവള് കുടുംബശ്രീയിലെ 1-ാം നമ്പർ ജോലിക്കാരിയല്ലേ. അപ്പോൾ അവളാണ് കുടുംബശ്രീയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെ അവൻ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരും. അതോർത്ത് നീ വിഷമിക്കണ്ട. അവന് കുറച്ച് പണം കൊടുത്താൽ മതി. അവൻ വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്തോളും എന്ന് കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയോട് അറിയിച്ചു. വിജയലക്ഷ്മി എല്ലാം കേട്ട് കഴിഞ്ഞതും അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും നമുക്ക് യാതൊരു ദോഷവും വരാൻ പാടില്ല എന്നും കൃഷ്ണൻകുട്ടിയെ ഓർമ്മപ്പെടുത്തി. അതൊക്കെ ഞാൻ നോക്കിയല്ലേ ചെയ്യുമെന്ന് കൃഷ്ണൻകുട്ടി ഉറപ്പ് നൽകുന്നു. അതിനുശേഷം അനുപല്ലവി നേരെ കരുണാശ്രമത്തിലേക്ക് വന്നെത്തുകയാണ്. വണ്ടിയിൽ വന്നിറങ്ങിയ അനുപല്ലവി അവിടുത്തെ ആശ്രമത്തിലെ അന്തേവാസിയായ സ്വാമിനിയോട് തങ്ങൾക്ക് ഇവിടെ കളക്ടർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ഒരു കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നിട്ടുള്ള ഒരു സഹദേവനെയും ഭാര്യ ശോഭയെയും മകനെ ദീപുവിനെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ, അവരെ A ബ്ലോക്കിലാ, ഇതാ ഇവിടെ വിശ്രമിച്ചോളൂ, ഞാൻ അവരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ വിസിറ്റേഴ്സ് റൂമിലേക്ക് അനുപല്ലവി എത്തി. ഇത് കണ്ടുകൊണ്ട് വന്ന സുസ്മിത ആകെ സംശയത്തോടെ കൃത്യമായി ആ റൂമിനരികിൽ തന്നെ കാത്തിരുന്നു. എന്തിനായിരിക്കും ഇവളിവിടേക്ക് വന്നിട്ടുണ്ടാവുക? ഇനി കളക്ടർ തമ്പുരാട്ടി എന്തെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടാവുമോ? എന്താ കാര്യം എന്ന് നോക്കാമെന്ന് വിചാരിച്ച് സുസ്മിത അവിടെ മറഞ്ഞു വന്നു. ഉടനെ അവർ 3 പേരും കൂടി അവിടേക്ക് എത്തിയതും അനുപല്ലവി വേഗം അവരെ കണ്ടിട്ട് സന്തോഷത്തോടെ അവർ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ കളക്ടർ മേഡം പറഞ്ഞയച്ചിട്ട് വന്നതാ. ശാലിനി മേഡം ഇതാ ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയുള്ള പണമാണ്. അതാണ് ഈ തന്നിരിക്കുന്നത്. ഇതില് 30 ലക്ഷം രൂപയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഒന്നാന്തരം വീട് വെക്കാനായിട്ട് ഈ പണം ഉപകരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിക്കാനായിട്ടാണ് മേഡം എൻ്റെ കയ്യിൽ തന്നുവിട്ടതെന്ന് പറഞ്ഞു. ആ പണം വേഗം തന്നെ ഇത് 30 ലക്ഷത്തിന്റെ ചെക്ക് ലീഫ് ആണെന്ന് പറഞ്ഞ് ആ ചെക്ക് ലീഫ് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഉടനെ ദീപുവിനോട് തന്നെ അത് വാങ്ങിച്ചോളാനായി ശോഭ അറിയിച്ചു. ദീപു അത് വാങ്ങിച്ചു കഴിഞ്ഞതും ശോഭയും സഹദേവനും പറഞ്ഞു, എന്തായാലും ഇത്രയും വലിയൊരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ കളക്ടർ മേഡം. കളക്ടർ മേഡം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്ര വേഗം ഞങ്ങൾക്കൊരു വീട് റെഡിയാക്കി തരുമെന്ന് ഒട്ടും കരുതിയില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് അല്പം ധൃതിയുണ്ടെന്ന് പറഞ്ഞ് അനു പോകാൻ തുടങ്ങിയപ്പോഴേക്കും കളക്ടർ മേഡത്തെ ഞങ്ങൾ അന്വേഷിച്ചതായിട്ട് പറയണമെന്ന് അവർ അറിയിച്ചു വിട്ടു. ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേഗം തന്നെ അനുപല്ലവി മടങ്ങി. അനു പോയി കഴിയുമ്പോഴേക്കും സുസ്മിത പതിയെ അവരുടെ അരികിലേക്ക് വന്നു. അല്ല, എന്താ കളക്ടറുടെ PA വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും കളക്ടർ മേഡം ഞങ്ങൾക്ക് ഒരു വീട് വെക്കുന്നതിനുള്ള പണം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞതും ആ പണം തരാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞതും ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് ആ ചെക്ക് വാങ്ങിച്ചു നോക്കി. ഇത് സർക്കാർ ചെക്കല്ലല്ലോ, അപ്പോൾ അവളുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. ഇത്രയും വലിയൊരു തുക അവളുടെ ശമ്പളത്തിൽ നിന്ന് അവൾ മാറ്റി കൊടുക്കുമോ? സത്യത്തിൽ എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള കാരണം? ഇത്രയും വലിയൊരു തുക അവൾ കൊടുത്തെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എന്തായിരിക്കും അത് എന്നൊക്കെ സംശയത്തോടെ സുസ്മിത ആലോചിച്ചു. എന്തായാലും ഇത്രയും വലിയൊരു തുകയല്ലേ, അത് ഇത്ര വേഗത്തിൽ ഇത്രയും വലിയൊരു തുക അത് എങ്ങനെയാണ് ശാലിനി കൊടുത്തതെന്ന് ഒന്നറിയണല്ലോ എന്ന് വിചാരിച്ച് സുസ്മിത വേഗം തന്നെ ആ ചെക്ക് ലീഫിന്റെ ഫോട്ടോ തന്നെ മൊബൈലിൽ പകർത്തിയെടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഈ സന്തോഷ വാർത്ത സുരഭാനന്ദ സ്വാമിയോട് പറഞ്ഞേക്കാം. ഇവിടെയും ഇതുപോലെ തന്നെ പാവം പെട്ട നിർധനരായിട്ടുള്ള 1-2 കുടുംബാംഗങ്ങൾ വേറെയുണ്ട്. അവർക്കും ഇതുപോലെ എന്തെങ്കിലും സഹായം മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് വലിയൊരു ഉപകാരമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദീപവും അച്ഛനും
അമ്മയും കൂടി നേരെ മുറിയിലേക്ക് പോയി. ഉടനെ സുസ്മിത അപ്പോഴേക്കും ചിന്തിച്ചു, ഓ പാവങ്ങളുടെ പാവങ്ങളുടെ മാലാഖയാണല്ലോ ആ, ഈ വന്നിരിക്കുന്ന പാവങ്ങളുടെ മദർ തെരേസയാണല്ലോ ഇവള്. അപ്പൊ പിന്നെ അവളെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണല്ലോ ഇവർക്ക് ഇവരുടെ നാവിന് വഴങ്ങുകയുള്ളൂ. എന്തായാലും ഇതെങ്ങനെയാണ് അവൾക്ക് ഈ പണം കിട്ടിയതെന്ന് എനിക്കൊന്ന് അറിയണം. സുസ്മിത മനസ്സിലപ്പോഴേക്കും ശാലിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ശാലിനി, നീ എന്റെ പിന്നാലെയല്ല, ഞാൻ നിന്റെ പിന്നാലെയാ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് സുസ്മിത പകയോടെ ശാലിനിയെ വെല്ലുവിളിച്ച് മനസ്സിലങ്ങനെ ശാലിനിക്കുള്ള പുതിയ കെണി താൻ ഉടനെ തന്നെ റെഡിയാക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു.